ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്നാ പറയുന്നു? ഇന്ന് ഞാനൊരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ചിക്കൻ റോള്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കുന്നില്ല. ആദ്യം തന്നെ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് ഒരൊറ്റ പച്ചമുളക് ഇട്ടു. പിള്ളേർ തിന്നുന്നതുകൊണ്ട് പച്ചമുളക് ഒരുപാടൊന്നും വേണ്ട. ഒരു പച്ചമുളകും കൂട്ടത്തിൽ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ പിള്ളേർ കഴിക്കുന്നതുകൊണ്ട് അധികം എരിവ് വേണ്ട കേട്ടോ, ഒറ്റ പച്ചമുളക് ഇട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇടാം. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഓക്കെ. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കന് തീരെ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടുണ്ടാവണം. ഞാൻ അതിനകത്തൊരു 3/4 കിലോയോളം ഉണ്ട്. പിള്ളേർക്ക് ഇത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയ്ക്കകത്ത് തന്നെ കിടന്നിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഓക്കെ. നമുക്കിനി തക്കാളി ഒരു 1.5 തക്കാളി, ഒരു മീഡിയം സൈസിൻ്റെ ഒരു 1.5 തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഗരം മസാല 1.5 ടേബിൾ സ്പൂണ്, മുളക് പൊടി ഇടണം. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. കൂട്ടത്തിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇടാം. പെപ്പർ പൗഡർ ഞാൻ ഇട്ടു, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ചാട്ട് മസാല ഇമ്പോർട്ടൻ്റ് ആണ്. ചാട്ട് മസാല ഇട്ടാലേ അതിൻ്റെ ഒരു സ്വാദ് വരുള്ളൂ. ഇത്രയേ ഉള്ളൂ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ചടപടയെന്ന് കാണിക്കുന്നുണ്ട്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിള്ളേർക്ക് ബോക്സിൽ കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ചടപടയെന്ന് ഉണ്ടാക്കുവാണ്. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ഇച്ചിരി സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കാം. സോയാ സോസ് വേണമെന്ന് നിർബന്ധമില്ല. ഇച്ചിരി ചെറുനാരങ്ങ നീരൊഴിച്ചാലും മതി. ഞാൻ സോയാ സോസ് ഉണ്ടായതുകൊണ്ട് അത് ഇട്ടതാണ്. ഇനി ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വറ്റും വരെ, ആ ചാറൊക്കെ ഒന്ന് വറ്റും വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി നോർമൽ ചപ്പാത്തിയാണ്. ചപ്പാത്തിയിലേക്ക് നമുക്കിതിനെ സ്റ്റഫ് ചെയ്യണം. ഇനി ചപ്പാത്തി സാധാ ഞങ്ങൾ ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയാണ്. അതിനകത്തേക്ക് ഞാൻ നിങ്ങൾക്ക് മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസ് ഇടാം. ഞാൻ 1000 ഐലാൻഡ് ഡ്രസ്സിങ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതാണ് ഇട്ടത്. അതും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. കാലത്തെ ബഹളം കാരണം അതും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. 1000 ഐലാൻഡ് ഡ്രസ്സിങ് ഇട്ടിട്ടുണ്ട് ഞാൻ. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് എത്ര വേണമെന്ന് ആവശ്യത്തിന്, ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ. അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കട്ട് ചെയ്ത സവോള ഇങ്ങനെ മേലെ വിതറി കൊടുക്കുക. കൂട്ടത്തിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും പിന്നെ മേലെ ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പും കൂടെ മേലെ ഇട്ട് കൊടുത്താൽ മതി. ഇത് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാവും. ബോക്സിലേക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. ബോക്സിലേക്കൊക്കെ വെച്ച് കൊടുത്താൽ പിള്ളേർ നല്ലോണം കഴിച്ചോളും. എൻ്റെ പിള്ളേർ സാധാരണ എരിവും പുളി അങ്ങനെ ഒന്നും കഴിക്കില്ല. എന്താണെങ്കിലും നെയ്യിലാണ് അവർ കഴിക്കൽ. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കഴിച്ചോളും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ റോളാക്കിയിട്ടൊന്ന് എടുക്കാം. റോളാക്കിയിട്ട് ചപ്പാത്തി ഇച്ചിരി കട്ടിക്കിരുന്നോട്ടെ. ബോക്സിലൊക്കെ കൊടുത്തു വിടുന്നതുകൊണ്ട് ഈ ഇറച്ചിയുടെയൊക്കെ നീരിറങ്ങിയിട്ട് ചപ്പാത്തിയൊക്കെ എന്താ പറയണ്ടേ, കടലാസിലൊക്കെ ഒട്ടിപ്പിടിക്കാനല്ല, കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം ഞാൻ മോൻ റെഡിയായി നിൽക്കുവാണ് സ്കൂളിലേക്ക്. സോ അവനക്ക് കൊടുത്ത്, അവൻ്റെ ഫേവറേറ്റ് ഡിഷും കൂടെയാണ് ഇത്. അവൻ്റെ റിക്വസ്റ്റിനാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. ഓക്കെ. അവൻ കഴിച്ചിട്ടുണ്ട്, അവന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ അപ്പം ഇതെല്ലാവരും ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ. താങ്ക് യു.